ഹായ്, ഞാൻ വേദു. അപ്പോൾ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ 5ാമത്തെ എക്സാം ഡേ ആണ്. അപ്പോൾ നമ്മുടെ എന്താ പറയുക എക്സാം സീരീസിന്റെ സെക്കൻഡ് ലാസ്റ്റ് ആണ്. എക്സാമുള്ളൂ. അതിനൊരു 1 വീക്ക് കഴിഞ്ഞിട്ടാണ് ഇന്നത്തെ കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ എന്തായാലും വീഡിയോസൊക്കെ എന്തെങ്കിലും സ്റ്റഡി വ്ലോഗ് അങ്ങനെ സംഭവങ്ങളൊക്കെ ഇടാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ വെൽക്കം ബാക്ക് ടു VM വ്ലോഗ്സ്. നമ്മളെപ്പോഴും എന്താ പറയുക, രാവിലെ നീച്ച് നമ്മൾ നീച്ചെന്നൊക്കെ ഉള്ള ഒരു സാധനം എടുക്കാറുണ്ട്. അപ്പോൾ നമ്മളത് ചേഞ്ച് ആക്കാൻ വിചാരിച്ച് നമ്മൾ ഒന്ന് നോക്കി കഴിഞ്ഞ ശേഷമാണ് നമ്മളിന്ന് വീഡിയോ എടുക്കുന്നത്. നമ്മൾ 5 മണിക്ക് അലാറം വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ 5:30ക്കാണ് നീച്ചത്. നമ്മൾ ഇന്നലെ കിടക്കാൻ ഒരു 10:30 ആയിരിക്കും. പിന്നെ നമ്മൾ ഇനിയിപ്പോൾ അമ്പലത്തേക്ക് പോകാൻ, കുളിച്ച് റെഡി ആയിട്ട് അമ്പലത്തേക്ക് പോകാൻ നോക്കുകയാണ്. അപ്പം ഇനിയിപ്പോൾ നമുക്കൊരു സാധനം കൂടി നോക്കാണ്ട്, അതുകൂടി നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നോക്കലൊന്നുമില്ല, പോയി എഴുതാന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ. എഴുതി വരിക എന്നുള്ളത് വേഗം കഴിഞ്ഞാൽ മതി. ഒരു ഭാരം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് പോയി കുളിച്ചിട്ടൊക്കെ വന്നിട്ട് അമ്പലത്തിൽ പോവാം. അപ്പോൾ നമ്മളിതാ അമ്പലത്തിലേക്ക് പോകാൻ റെഡിയായി. നമ്മൾ ലേറ്റ് ആയിട്ടോ, നമുക്ക് 8:01 നമുക്ക് വേഗം പോകും. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ഓൾറെഡി നല്ല ലേറ്റ് ആകുമ്പോൾ നമ്മൾ സാധാരണ 8 മണി ആവണമെന്ന് ഒരു 7:45 ആകുമ്പോഴേക്കും പോവാറുണ്ട്. ഇതിവിടെ 7:45 ആകുമ്പോഴേക്കും പോകാറുണ്ട് കേട്ടോ. പക്ഷെ ഇന്നിപ്പോൾ നമ്മൾ എന്താ പറയുക ലേറ്റ് ആയി. ഇന്ന് നമ്മളുടെ സമയം 8 മണി 8:01. ഞങ്ങളിപ്പോൾ നേരത്തെ വന്നപ്പോൾ 8:01 അപ്പോൾ എന്തായാലും 2 3 ആയിട്ടുണ്ടാവും കേട്ടോ. നമുക്ക് എന്തായാലും സ്പീഡിൽ പോകാം. ഓക്കെ, നമ്മൾ ഈ കയറ്റം കയറാനാണൊരു നമ്മളങ്ങനെ സ്പീഡിലെത്തും. അവിടെ നിന്ന് അങ്ങോട്ട് കയറ്റം കയറിയതിന് ശേഷം നമ്മൾ സ്പീഡിലെത്തും കേട്ടോ. അതിന് പിന്നെ സീനൊന്നുമില്ല. കയറ്റാണ്ട് കയറണം. നമ്മൾ കയറ്റം അങ്ങനെ കയറിട്ടോ. അപ്പോൾ ഗൈസ്, ഇനി നമ്മുടെ എന്താ പറയുക ഇന്നത്തെ നമ്മൾ എക്സാമിൽ പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും ഒരു സാധനം പറയുന്നത് ബോറടിക്കില്ലോ. അത് നമുക്കൊന്ന് മാറ്റി. അതാണ് ഞങ്ങൾ ഇന്ന് മറ്റു രാവിലത്തെ ഒക്കെ എടുക്കാഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇനി വരുന്ന ഇന്നത്തെ എക്സാമിൻ്റെ പാറ്റേൺ പറഞ്ഞു കഴിഞ്ഞാൽ 9 മാർക്കിൻ്റെ 1 വേർഡ്, പിന്നെ 2 മാർക്കിന് നമ്മൾ ഫുൾ അറ്റൻഡ് ചെയ്യണം. പിന്നെ 4 മാർക്കിൻ്റെ 3 എണ്ണം, 4 മാർക്കിന് 3 എണ്ണം, 5 മാർക്കിന് 3 എണ്ണം അറ്റൻഡ് ചെയ്യണം. പിന്നെ 8 മാർക്കിൻ്റെ 2 എണ്ണം. അങ്ങനെയാണ് പാറ്റേൺ വരുന്നത്. ഇനി പാറ്റേണിനുള്ള ചേഞ്ച് ഉണ്ടോന്ന് അറിയില്ല. മറ്റ് ഒരാളില്ല, അയാളെ പോലെ ഉണ്ടെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഗൈസ്, നമ്മളിതാ അമ്പലത്തിലെത്തിട്ടോ. അപ്പം നമ്മൾ അമ്പലത്തിൽ തൊഴുതിറങ്ങിട്ടോ. ഗൈസ്, നമ്മളിതാ അമ്പലത്തിൽ നിന്ന് ഇല്ലത്തിൻ്റെ ഗേറ്റ് തുറക്കാട്ടോ. ഇത് അടച്ചോളൂ. ഇത് അടക്കേണ്ട ഗേറ്റ്. നമ്മൾ തൊഴുതിറങ്ങി. നമ്മളിപ്പോൾ അവിടുത്തെ ഒന്ന് സ്ഥിരം കാണാനുണ്ട്. നിങ്ങൾക്കും ബോറടിക്കുമെന്ന് തോന്നി, അതുകൊണ്ടാണ് പിന്നെ നമ്മൾ അതൊന്നും എടുക്കാഞ്ഞത്. അല്ലേ മേതു? ഡാൻസ് സ്റ്റാർ അപ്പോൾ നമ്മളിതാ നമ്മളിതാ തൊഴുതിറങ്ങി. ഇല്ലത്തെത്തി. നമ്മൾ എത്തിയിട്ട് ഫുഡ് കഴിക്കണം. പിന്നെ നമുക്ക് ഇന്റലക്ച്വൽ ഐഡിയാസും അതൊന്ന് നോക്കാണ്ട് ഇവിടെ നോക്കിയിട്ട് നമ്മളുടെ നമുക്ക് എക്സാം കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക സമാധാനം ഉണ്ടാവും. സമാധാന ദിവസം. ഇപ്പം ഇംഗ്ലീഷല്ലേ, അത് അങ്ങനെ എന്താ പറയുക സിമ്പിളായിട്ട് ടെൻഷൻ ഫ്രീ എക്സാം ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് പഠിക്കാൻ ടൈമുണ്ട്. ഇത് പിന്നെ അത് ഉണ്ടായിരുന്നില്ല, അതാണ്. പക്ഷെ നമ്മൾ എന്നും പറയണ പോലെ നമ്മൾ എന്നും കാമൻ ഫുൾ. അപ്പോൾ നമ്മൾ ഇല്ലത്തെത്തിട്ടോ. അപ്പോൾ ഈ നമ്മൾ അവിടെ ഇല്ലത്തെത്തി. നമുക്ക് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഒന്നുകൂടി നമ്മൾ പറഞ്ഞ സംഭവങ്ങളൊക്കെ നോക്കാം. ഓക്കെ, രാവിലെ മാങ്ങ കഴിക്കണം. വേണ്ട തോന്നുന്നു, പക്ഷെ കഴിക്കാൻ തോന്നുന്നു. പക്ഷെ നമ്മൾ കഴിക്കണ്ടേ. കഴിക്കാൻ തോന്നുമ്പോൾ കഴിക്കണം. ടേസ്റ്റ് വേദന കൊടുക്കാം. ഗൈസ്, ഇതവിടെ ഓവനായിട്ട് സെറ്റ് ചെയ്യാണ്. ഇതവിടെ ഓവനായിട്ട് ടോട്ട്സായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ഗൈസ് നമ്മുടെ ഇന്നത്തെ ഓവനായിട്ട് ടോട്ട്സ്. ഇന്ന് നമ്മൾ കോൺഫ്ലെക്സ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഇന്ന് പഴവും ചിലപ്പോൾ ഇടയ്ക്ക് ആപ്പിൾ ഉണ്ടപ്പോൾ ആപ്പിൾ ഇടും, ഇല്ലെങ്കിൽ നമ്മൾ പഴാട്ടോടാറ്. വേദു എന്താ പറയാനുള്ള വേദന?
എന്താ പറയാനുള്ളത്, എല്ലാവരും നന്നായിരിക്കുക. നമ്മളിതാ പഠിച്ചൊക്കെ കഴിഞ്ഞു. നമ്മളിപ്പോൾ വീണ്ടും നോക്കാണ്ട് പറഞ്ഞ സംഭവങ്ങളൊക്കെ നോക്കി കഴിഞ്ഞു. പോവുക, പഠിക്കുക, അല്ലേ, എഴുതുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ എക്സാം കൂടി കഴിഞ്ഞിട്ട് വേണം ഒന്ന് സെറ്റായിരിക്കാൻ. പിന്നെ നമുക്ക് 1 വീക്ക് ഉണ്ട്. അപ്പം നമ്മളൊരു ചൊവ്വാഴ്ചയൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല, നമുക്ക് എന്തെങ്കിലും സെറ്റ് ആക്കണം. നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ എന്തായാലും ഒന്ന് കിടന്നുറങ്ങണം, സമാധാനമായിട്ട് കിടന്നണം. കാരണം നമുക്ക് എന്താ പറയുക, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ടോപ്പിക്സ് അല്ലെങ്കിൽ സബ്ജക്ട് എന്നൊക്കെ പറയുന്നതൊക്കെ കഴിഞ്ഞിരിക്കണം അല്ലേ. ഇംഗ്ലീഷും ഒരു ഇത് നോക്കുമ്പോൾ കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷെ 4 ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച് കുഴപ്പമില്ല. നമ്മൾ പിന്നെ എന്തും മനസ്സിലാക്കി പഠിക്കാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. അല്ലാതെ ഇനി വേറെ സംബന്ധിച്ച് ബൈഹാർട്ട് പഠിച്ച് എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റാത്ത കാര്യ. മനസ്സിലാക്കുക, എഴുതുക. അതെ. അപ്പോൾ ഇനി പോയിട്ട് നമുക്ക് ഇന്ന് വന്നിട്ട് ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കണം. സത്യം പറയാം അല്ലെ, ഫുൾ അലങ്കോലായിട്ടാണ് കിടക്കണം. ഇതൊന്ന് ഫുൾ വൃത്തിയാക്കണം. അപ്പോൾ നമുക്ക് പോയിട്ട് ഒന്ന് അടിയിലേക്ക് പോയിട്ട് വരാം. അതെ, എന്നിട്ട് ഒന്ന് എൻജോയ് ചെയ്തിട്ട് വരാം. ഓക്കെ. അപ്പോൾ നമ്മളിതാ ഫുഡ് കഴിക്കാൻ കേട്ടോ. ഇന്ന് മാവും മാങ്ങ സെറ്റാണ്, മാങ്ങ. അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ടൈം 12 മണിയായിരിക്കും. നമ്മളിന്ന് സ്ലോ മോഷനാണ്. നമ്മളിന്ന് ഓൾറെഡി വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ, കുറച്ച് ലേറ്റ് ആയിട്ട്, ഐ മീൻ കറക്റ്റ് ടൈം ആകുമ്പോഴേക്കും പോവാന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നേരത്തെ പോകാറുണ്ട്. ഒരു 12 മണിയാകുമ്പോൾ പോകാറുണ്ട്, 12:15 ആകുമ്പോൾ. അപ്പം നമ്മൾ ഓൾറെഡി വിചാരിച്ചിട്ടുണ്ടായിരുന്നു 12:30 കഴിഞ്ഞിട്ട് 12:45 ആകുമ്പോൾ പോവാന്ന്. അപ്പോൾ 12 മണിയായി. ഇനി നമുക്ക് പോയിട്ട് യൂണിഫോം തേച്ചിട്ടൊക്കെ അങ്ങനത്തെ പണി ആ സാധനമൊക്കെ ചെയ്തിട്ട് നമുക്ക് പോയി റെഡി ആയിട്ട് വരാം. ഗൈസ് വേദൂടെ കണ്ണ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. തെറ്റു വേദു എക്സ്പേർട്ടാണ് കണ്ണെഴുതാൻ. നമ്മളിത് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ എന്താ പറയുക, നമ്മൾ കോണിൻ്റെ അവിടെ നിന്നുള്ള സാധനങ്ങളൊന്നും എടുത്തിട്ടില്ല, വെറൈറ്റി ആക്കാൻ വിചാരിച്ചു. അത് നമ്മൾ ഇനി പോവാനായി. ഇനിയിപ്പോൾ കണ്ണിക്ക് എഴുതണം. അത് നമ്മൾ പോവായി. വെള്ളമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പെന്ന്, പെൻസിൽ, ഹോൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. വേദിനെന്താ പറയാനുള്ളത്? ഇത് പോയിട്ട് എഴുതി തരാം ഗൈസ്. സീരിയസാ മേതു? മേത് സീരിയസ് ആട്ടോ. എഴുതി കഴിഞ്ഞോ? അത് ഒറ്റക്കം പോരാ. ഇതിങ്ങനെയാണ് എഴുതണത്. മേതു സീരിയസാ? ഗൈസ് വെറുതെ ക്ലിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ആക്ഷൻ കാട്ടി നിൽക്കാൻ എഴുതി കഴിഞ്ഞിട്ടു. ഹായ്. അപ്പൊ നമ്മളിതാ റെഡി ആയി കഴിഞ്ഞു. അതെ, ഇന്നിപ്പോ നമ്മളുടെ എക്സാം എഴുതി കഴിഞ്ഞാൽ എക്സാം എഴുതാൻ പോകാൻ റെഡി ആയി നിൽക്കുകയാണ്. നമ്മളെല്ലാം റെഡി ആയിട്ടോ. നമ്മൾ ഇന്ന് നമ്മുടെ മുന്നത്തെ എക്സാം വീഡിയോയിലുള്ള പോലെ എല്ലാം ഒന്നും ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ സ്ഥിരം വെള്ളം കൂടെ ആയിരിക്കും പറഞ്ഞു. നമ്മൾ ടെൻഷൻ ഫ്രീ ആയി പോകാറുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. കൂളായിട്ട് നമ്മൾ എക്സാം എഴുതി പോണത് എന്നൊക്കെ അങ്ങനെയൊക്കെ ഓരോന്നും പറയാറുണ്ട്. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ അതൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ പോയിട്ട് എക്സാം എഴുതി കഴിഞ്ഞിട്ട് വരാം. ബൈ. ഹായ് ഗൈസ്. അപ്പൊ നമ്മൾക്ക് എക്സാം കഴിഞ്ഞ് നിങ്ങൾക്ക് ഞങ്ങളുടെ മൊത്തത്തെ തെളിച്ചം കണ്ട മനസ്സിലാവുണ്ടാവും. ഇന്നത്തെ എക്സാം അടിപൊളി പറഞ്ഞാൽ പോരാ, അത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. എന്താ പറയാ, ഭയങ്കര ഇഷ്ടമായി. അത് സത്യം. വേദൊക്കെ അവിടെ നിന്ന് തുള്ളിച്ചാൽ മറ്റേ ഭയങ്കര വലിയ മൂഡ് വൈബാണ്. നമുക്ക് സ്റ്റിൽ മൂഡൊക്കെയാണ്. ഏതാ മൂഡ് അറിയില്ലേ? അതെ, സത്യം പറയാലോ അത്രയും സിമ്പിൾ ആയിരുന്നു എക്സാം. എന്താ പറയാ, പഠിച്ചത് മാത്രം. ഇപ്പൊ എഴുതിയാലും ഏതാ ഏറ്റവും കൂടുതൽ ഇഷ്ടമായി ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം CA ആണ് പറയുന്നു. സോഷ്യോളജി അറിയും. കാരണം ഭയങ്കര ഇഷ്ടമായി സത്യം. ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഫോർമാറ്റ് ആയാലും ഏതായാലും കറക്റ്റ് ആയിരുന്നു. ഐ മീൻ അതായത് ഈ എന്താ പറയാ, കുഴപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സാധനങ്ങളൊന്നുമില്ല. ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. അങ്ങനത്തെ ഒരു പാറ്റേണോ അങ്ങനൊന്നല്ല. നമ്മൾ തന്നെ ഭയങ്കര ത്രിൽഡ് ആയിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ തുറക്കണവരെ നമ്മൾ ഭയങ്കര സത്യം പറയാം ടെൻഷനല്ല, ഒരു എന്താ പറയാ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അതായത് അങ്ങനത്തെ ടെൻഷൻ അല്ല. ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാവും, ക്വസ്റ്റ്യൻ കുഴപ്പിക്കോ, കാരണം ഇത്ര ആ ഒരു മൈൻഡ് ആയിരുന്നു. കാരണം ഇത്രയുള്ളത് അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല. CE ഒഴികെ ബാക്കിയുള്ള സബ്ജക്റ്റിന് കുഴപ്പമുണ്ടായിരുന്നില്ല. CE അടക്കം സിമ്പിൾ ആയിരുന്നത് കൊണ്ട് തന്നെ അത് നമുക്ക് പേടിണ്ടായിരുന്നു. സോഷ്യൽ അതും ഒരു ദിവസം ടൈം ഉണ്ടായിരുന്നു. അതിന്റെ ഒക്കെ ഒരു മൈൻഡിൽ ആ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എക്സാം കഴിഞ്ഞപ്പോ പൊള്ളി.
അപ്പോൾ നമ്മൾ ഇനി അടുത്ത എക്സാം ഡേ അല്ലെങ്കിൽ എക്സാം സ്റ്റഡി റുട്ടീനൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. നമുക്ക് 7 ദിവസം ഉണ്ട് ഇംഗ്ലീഷിന്. അതെ, നമുക്ക് 2 ദിവസം കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഇനിയിപ്പോ 2 ദിവസം കുറച്ച് പരിപാടികളുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ സ്റ്റഡി ഒക്കെ സെറ്റ് ആക്കുന്നതായിരിക്കും. സ്റ്റഡി റുട്ടീനും അങ്ങനെ എല്ലാ വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ.